ക്യാബേജ്, കോളിഫ്ലവറൊക്കെ ശീതകാല വിളകളാണ്. ഇതൊക്കെ ഡിസംബർ, ജനുവരി മാസങ്ങളിലാണ് നമുക്ക് നന്നായിട്ട് വിളവ് ലഭിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റിജിനാസ് ജന്നയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ക്യാബേജ്, കോളിഫ്ലവർ കൃഷിയെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് നമുക്ക് എങ്ങനെ ക്യാബേജും കോളിഫ്ലവറും ഒക്കെ വിളവെടുക്കാമെന്നുള്ളതാണ്. അപ്പോഴെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ തന്നെ കണ്ടു നോക്കണം. ഞാൻ ചെറിയ കുഞ്ഞു തൈകളായിരുന്നു ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഇപ്പോൾ വളർന്ന് ഇതുപോലെ നല്ല തഴപ്പോടുകൂടി നിൽക്കുകയാണ്. ഞാൻ ഇതിൻ്റെ തൈകൾ വെച്ച് കൊടുത്തപ്പോൾ മുതൽ ചെയ്തു കൊടുത്ത പരിചരണ രീതിയും വളം പ്രയോഗങ്ങളും ഒക്കെയാണ് കാണിക്കുന്നത്. ഞാനിവിടെ ഈ എടുത്തിട്ടുള്ളത് 1 കിലോയുടെ സൂപ്പർ മീലിൻ്റെ പാക്കറ്റാണ്. ഇതാണ് സൂപ്പർ മീൽ. ഈ വളം ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ക്യാബേജ്, കോളിഫ്ലവർ ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഈ വളം കൊടുക്കാറുണ്ട്. നന്നായിട്ട് എനിക്ക് വിളവുകളും കിട്ടിയിട്ടുണ്ട്. ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും തൈകളൊക്കെ ഈ പാകത്തിന് വളർന്നപ്പോഴാണ് രണ്ടാമതായിട്ട് ഞാൻ സൂപ്പർ മീലിൻ്റെ വളമാണ് കൊടുത്തിട്ടുള്ളത്. ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും തൈകളൊക്കെ ആദ്യം വെച്ച് കൊടുത്തപ്പോൾ തന്നെ വാമിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് മുകളിലായി ഐ ബട്ടണിൽ കൊടുത്തിരിക്കുക. കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം. 3 ചെറിയ ടീസ്പൂൺ വളമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതാണ് ഈ ചെടികളുടെ ചുവടുകളിലായിട്ടൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. ഈ വളം ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും ചുവട്ടിലുണ്ടായിരുന്ന കരിയിലേക്ക് ഒന്ന് മാറ്റി കൊടുത്ത് അതിൻ്റെ ചുവടുകളൊക്കെ ഇളക്കി കൊടുത്തതിന് ശേഷമാണ് ഞാൻ സൂപ്പർ മീലിൻ്റെ വളം ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ ചുവട്ടിലായി കുറച്ച് മണ്ണും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള മണ്ണും വളവും ഒക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ചുവടൊക്കെ ഞാനൊന്ന് നനച്ചു കൊടുക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. ഞാൻ ക്യാബേജും കോളിഫ്ലവറിൻ്റെയും തൈകളൊക്കെ വെച്ച് കൊടുത്തിരിക്കുന്നത് തറയിലായ ഗ്രോ ബാഗുകളിലും അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ കവറുകളിലായിട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2-3 ഫ്രിഡ്ജിൻ്റെ കവറുകളിലായിട്ട് റംബുട്ടാൻ്റെ തൈ, ലാവിൻ്റെ തൈ, മാവിൻ്റെ തൈ ഇതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരറ്റത്തായിട്ട് ഞാൻ 3-4 മൂട് കോളിഫ്ലവറിൻ്റെ തൈകൾ കൂടി വെച്ച് കൊടുത്തു. കോളിഫ്ലവറൊക്കെ നമുക്ക് 2 മാസം ആകുമ്പോഴേക്കും തന്നെ വിളവെടുക്കാനായി കഴിയും. അപ്പോൾ വിളവുകളൊക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം കോളിഫ്ലവറിൻ്റെ ചെടികളൊക്കെ നമ്മൾ ഈ റംബുട്ടാൻ ചെടിയുടെ ചുവട്ടുകളിൽ നിന്നൊക്കെ മാറ്റി കൊടുക്കണം. അപ്പോൾ ആ ചെടികൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകാതെ നല്ല തഴപ്പോടുകൂടി തന്നെ വളർന്നു വന്നുകൊള്ളും. ഞാൻ ഈ ഫ്രിഡ്ജിൻ്റെ ബോക്സിലായി വെച്ച് കൊടുത്തിട്ടുള്ള കോളിഫ്ലവറിൻ്റെ ചെടികളുടെ ചുവടൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഇതുപോലെ തന്നെ വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രിഡ്ജിൻ്റെ ബോക്സുകളിലായിട്ട് ഞാൻ കുറച്ച് എല്ലുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ള മറ്റ് ചെടികൾക്ക് കൂടി ഉപയോഗത്തിൽ വരും എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നത്. എല്ലുപൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ചുവടുകളിലായിട്ടൊക്കെ ഞാൻ കുറച്ചുകൂടി മണ്ണൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്യാബേജ്, കോളിഫ്ലവറൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ വളം ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് വിളവുകളൊക്കെ കിട്ടുകയുള്ളൂ. 3 പ്രാവശ്യമെങ്കിലും നമ്മൾ വിളവെടുക്കുന്നതിന് മുന്നേ തന്നെ വളപ്രയോഗം നടത്തിയിരിക്കണം. ഇതിൻ്റെ ചുവടുകളിലായിട്ടൊക്കെ മണ്ണിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇതുപോലെ മണ്ണൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കണം. പിന്നെ ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും ഇലകളുടെ കീടശല്യമാണ്. നല്ല രീതിയിൽ പുഴുക്കളുടെ ശല്യം ഉണ്ടാകാറുണ്ട്. അപ്പോഴതൊക്കെ നമ്മൾ രാവിലെയും വൈകിട്ടുമൊക്കെ ചെടിയൊന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ അതിലുണ്ടാകാറുള്ള പുഴുക്കളൊക്കെ നമുക്ക് നീക്കം ചെയ്യാം. അതുപോലെ തന്നെ വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും വേണം. ഞാനിവിടെ ഗ്രോ ബാഗുകളിലായിട്ടൊക്കെ വെച്ച് കൊടുത്തിരിക്കുന്ന ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും തൈകളൊക്കെ എനിക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈകളാണ്. ഫ്രിഡ്ജിൻ്റെ കവറുകളിലായിട്ടൊക്കെ നട്ട് കൊടുത്തിരിക്കുന്ന ഈ കോളിഫ്ലവറിൻ്റെ തൈകളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കൃഷി ചെയ്ത് കോളിഫ്ലവർ എടുത്തതിന് ശേഷം
അതിൻ്റെ ചെടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിലുണ്ടായ തൈകളൊക്കെയാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെയാണ് ഇപ്പോൾ നന്നായിട്ട് തഴപ്പോടുകൂടി വളർന്നു നിൽക്കുന്നത്. ഈ ഒരു ചെടിയിൽ നിന്നാണ് ഞാൻ ഒടിച്ച് തൈകളൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഫ്രിഡ്ജിൻ്റെ ബോക്സുകളിലായിട്ട് വെച്ച് കൊടുത്ത കോളിഫ്ലവറിൻ്റെ തൈകളൊക്കെ ഈ ഒരു പാകത്തിന് വളർന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ചുവട്ടിലുണ്ടായിരുന്ന പുല്ലുകളൊക്കെ ഇതുപോലെ ഞാൻ നീക്കം ചെയ്ത് കൊടുത്തു. അതിനുശേഷം അതിൻ്റെ ചുവടുകളൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. പിന്നെ ഇതിൻ്റെ ചുവടുകളിലായിട്ട് കുറച്ച് എല്ലുപൊടിയാണ് ഇട്ട് കൊടുത്തത്. ഈ തൈകളൊക്കെ വെക്കുന്നതിന് മുന്നേ അടിവളമായി കൊടുത്തിട്ടുള്ളത് വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ചാണകപ്പൊടി ഇതൊക്കെ മിക്സ് ചെയ്ത് അതിനുള്ളിലേക്കാണ് തൈകളൊക്കെ വെച്ച് കൊടുത്തത്. ഈ ഒരു ബോക്സിലായി എൻ്റെ കൈവശം തൈകൾ ഉള്ളത് കൊണ്ട് അത് ഞാൻ നേരത്തെ തന്നെ ഒടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ നല്ല തഴപ്പോട് കൂടി വളർന്നു വന്ന് നിൽക്കുന്നത്. ഓരോ പ്രാവശ്യവും നമുക്ക് കോളിഫ്ലവറിൻ്റെ കൃഷിയൊക്കെ ചെയ്യുന്നതിനായി തൈകളൊന്നും കിട്ടുന്നില്ല എന്ന് കരുതി വിഷമിക്കേണ്ട. ഇതുപോലെ ഒരു തീരെ നമ്മൾ കോളിഫ്ലവറിൻ്റെ കൃഷിയൊക്കെ കഴിഞ്ഞ് ആ ഒരു വിളവെടുത്തതിന് ശേഷം 1-2 ചെടികൾ നമ്മൾ ഇതുപോലെ വെള്ളം ഒഴിച്ചൊന്ന് നിർത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യത്തെ കൃഷിക്കുള്ള തൈകളൊക്കെ അതിൽ നിന്ന് തന്നെ കിട്ടും. ക്യാബേജ്, കോളിഫ്ലവറൊക്കെ ശീതകാല വിളകളാണ്. ഇതൊക്കെ ഡിസംബർ, ജനുവരി മാസങ്ങളിലാണ് നമുക്ക് നന്നായിട്ട് വിളവ് ലഭിക്കുന്നത്. വിളവെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം 1-2 ചെടികൾ നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ സീസൺ ആകുമ്പോൾ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ തന്നെ നല്ല രീതിയിൽ കൃഷി ചെയ്ത് വിളവുകളൊക്കെ എടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.